മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. റിപ്പോർട്ടർ ചാനലിലെ അരുണിനെതിരെ മലയാളത്തിലും തമിഴിലും കൂടി നല്ല ഒന്നാന്തരം അടി തന്നെയാണ് വന്നിട്ടുള്ളത്. നടൻ ബാല തന്റെ കുടുംബത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അരുണിനെതിരെ രംഗത്തെത്തിയത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. റിപ്പോർട്ടർ ചാനലില് ഒരു മൊട്ട മണ്ടയാണ്. മൊട്ടത്തല്ല അവൻ പേരെന്താ? അരുണാ? മൊട്ട മണ്ട അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബത്തിൽ. എന്ത് അടിസ്ഥാനത്തിൽ എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക് അരുണെ? മൊട്ട തന്നെ നീ. മണ്ടയിലും ഒന്നുമില്ല, അകത്തും ഒന്നുമില്ല. എന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചെന്നെ 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസിലും? അപ്പടിയാ ആണോ? അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇത് ഇങ്ങനെ എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும். ரெக்கார்ட்ஸ் இல்லாம ஒரு சாட்டலைட் சேனல், ரிப்போர்ட்டர் சேனல் எப்படி எங்க நீங்கள் அது பாருங்க. இஃப் யூ டேர் கம் இன் லைவ் எங்கிட்ட பேசு, லைவ்ல பேசு. அருண் தானே அவன் பேரு? மொட்டையா இருப்பான் அருண். லைவ்ல பேசு. என் குடும்பம் எவ்வளவு கஷ்டப்படுது മനസ്സിലാവുന്നുണ്ടോ? നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തനം കൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കാനാണ്. പിന്നെ അവളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇട്ടിരിക്കുന്ന FD ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. കോടതിയെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? നിങ്ങൾ മണ്ടന്മാരാണോ? കോടതി മുമ്പ് വെച്ചല്ലേ ഒപ്പിടുന്നത്? അവിടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? കാശ് അവിടെ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്? DD ആയിട്ട് കൊടുക്കുന്നത്? ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് ആണോ? ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് അറിവില്ലേ? അറിവ് വേണ്ടേ? നിങ്ങൾ കേട്ടില്ലേ? ഒരു കുടുംബം ഈ അരുൺ നശിപ്പിച്ചോ എന്നാണ് നടൻ ബാല തന്നെ രംഗത്തെത്തിയിട്ട് പറയുന്നത്. ഈ അരുൺകുമാറിനൊക്കെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, തന്റെ ചാനൽ എങ്ങനെയും വളർത്തുക, കേരളത്തിൽ ഒന്നാമനായിട്ട് നിൽക്കണം. റിപ്പോർട്ടർ ചാനലിലെ ഈ ചാനലിനെ ഒന്നാമതായിട്ട് നിർത്തുക എന്നുള്ളത് മാത്രം അരുണിന്റെ ലക്ഷ്യം. അതിനേത് കുടുംബത്തിനെതിരെയും എന്തും വിളിച്ചു പറയാം. ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയും, നടൻ ബാലയുമായി ബന്ധപ്പെട്ട ഈ ഒരു പണമിടപാടോ കുടുംബത്തിന്റെ പ്രശ്നമോ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു അറിവില്ല. പക്ഷേ ഈ നടൻ ബാല രംഗത്തെത്തിയിട്ട് എന്റെ കുടുംബത്തെ നശിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ, ഈ അരുൺകുമാറിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലെ അവതാരകരോടാ നിങ്ങൾക്കിതൊരു കേവലം വാർത്ത മാത്രമായിരിക്കും. ഞാൻ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം. ഈ അരുണൊക്കെ ലക്ഷ്യം വെച്ച് എങ്ങനെയും ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുക, ആ ഒരു ടൈപ്പ് ഒന്നും മറ്റാളുകൾ അത്ര പരീക്ഷിക്കാറില്ല. എന്നാലും ഇപ്പോ റിപ്പോർട്ടർ ചാനലിനോട് മത്സരിക്കാനൊക്കെ ഒരുപാട് ആളുകൾ പലതും ചെയ്തൊക്കെ വരുന്നുണ്ട്. സകലരും തിരിച്ചറിയുക, ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ പറയുന്ന അരുണൊക്കെ ഏത് വിധരെ ഒരു കുടുംബ വിഷയമൊക്കെ എടുക്കുമ്പോൾ രണ്ട് ഭാഗവും നോക്കണം. ഒരു വാർത്ത അങ്ങ് കൊടുത്ത് അരുണിന് അങ്ങ് പോയാൽ മതി. അതേസമയം ഒരു കുടുംബം ആ വാർത്തയുടെ പേരിൽ നശിച്ച് ഇല്ലാതെയാവാറുണ്ട്. ഇത് ഇനി എന്നാണ് അരുണൊക്കെ തിരിച്ചറിയുക? രാവിലെ അരുണൊക്കെ ഇറങ്ങും വലിയ ഉപദേശവും വലിയ മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് അതേ നാവ് കൊണ്ട് പ്രോഗ്രാം ഒന്ന് മാറ്റി സ്വിച്ച് ഒന്ന് മാറ്റിയിട്ടിട്ട് അപ്പം തുടങ്ങും കാണുന്ന കുടുംബം ആർക്കെതിരെ എന്തും പറയും. ഇപ്പൊ തന്നെ ഈ ചാനലിന്റെ ഒരു വളർച്ച ലക്ഷ്യം വെച്ചിട്ടല്ലേ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിക്കുന്നത്? ബി.ജെ.പിക്കെതിരെ എന്തെങ്കിലും വലിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതിയിട്ടല്ല. കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും എടുത്തു നോക്കുമ്പോൾ ഇവർ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ബി.ജെ.പിക്കെതിരെ പറയുക. അപ്പൊ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അനുകൂലിക്കുന്ന സകലരുടെയും വ്യൂവർഷിപ്പ് കിട്ടോ, അങ്ങനെ ചാനൽ ഒന്നാമതായിട്ട് നിൽക്കോ. അതിന് ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന ബി.ജെ.പിക്കെതിരെ പറയാം. ഒരു കുടുംബ പ്രശ്നം വരുമ്പോൾ ഒരു നടനാണോ നടിയാണോ എന്ന് നോക്കുക, അത് ശരിയാണോ തെറ്റാണോ ഒന്നും നോക്കണ്ട. വ്യൂവർഷിപ്പ് ആർക്കൊപ്പമാണ് കൂടുതൽ വരിക, ചാടി വീണ് ആ വാർത്ത കൊടുക്കാം. ഇപ്പൊ വന്ദേമാതര വിഷയത്തില് ഈ വന്ദേമാതര വിഷയമൊക്കെ എടുത്തു നോക്കൂ. മുസ്ലിം ലീഗ് ഉൾപ്പെടെയാണ് ഇത് എതിർക്കുന്നത്. ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും ഈ അരുണ് രംഗത്തെത്തൂല. കാരണം എന്താ? UDFന്റെ സകല വ്യൂവർഷിപ്പും ഈ വിഷയത്തിൽ അങ്ങ് നഷ്ടപ്പെടും. ചാനലിന്റെ വളർച്ച ഒന്ന് കുറയും. നീതിക്കൊപ്പം സത്യത്തിന്റെ ഒപ്പം ഒരിക്കലും നിൽക്കൂല.
ഈ മുസ്ലിം ലീഗ് എന്തെന്നാണ് ഈ പറയുന്ന മതേതരത്താണ് എന്നൊക്കെ അരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അവരൊരു മതപാർട്ടിയാണെങ്കിലും മതത്തിന്റെ പേരുണ്ടെങ്കിലും മറ്റൊരു മതത്തിനെതിരെ ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ ലീഗ് വിട്ട് CPM പോയാൽ ദീൻ വിട്ടതുപോലെയാണ് എന്ന് പറയുന്നതും പച്ച പറയതല്ലേ. ഇതൊക്കെ CPM-നെതിരെ ലീഗ് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ എന്തു വേണമെങ്കിലും അരുൺ പറയും. പക്ഷെ BJP അപ്പുറത്ത് നിർത്തിയിട്ട് BJP-ക്കെതിരെ പറയുക എന്നുള്ളതും ഒരു വ്യൂവർഷിപ്പാണ്. കുടുംബത്തില് ഈ കുടുംബ പ്രശ്നങ്ങൾ, നടന് നടി ഇതുപോലെയുള്ള വാല്യൂ ഉള്ള ആളുകളെ നശിപ്പിക്കുക, അതേപോലെ തന്നെ BJP-ക്കെതിരെ നിൽക്കുക. ഇപ്പൊ വന്ദേ മാതരത്തില് ഹിന്ദു ദേവിമാരുടെ ഈ പേരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെയാണ് എതിർക്കുന്നത്. ഇതിൽ എവിടെയാണ് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന ആ ഒരു നിലപാടെടുത്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമല്ല. ആ വരികളിൽ എവിടെയാണ് മറ്റു മതങ്ങൾക്കെതിരെ ഒരക്ഷരം വന്ദേ മാതരത്തിലുള്ളത്? ഒരക്ഷരം പോലുമില്ല. പിന്നെ ഹിന്ദു ദേവന്മാര് എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്തിന്റെ പാരമ്പര്യ സംസ്കാരവും പൈതൃകമാണ്. ഈ സംസ്കാരം ഇനി എത്ര തവണ ഈ ചാനലിന്റെ ഫ്ലോറിൽ വന്നിരുന്ന് എന്ത് വിളിച്ചു പറഞ്ഞാലും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല. ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരമാണ്. അത് ഏതൊരു മുസൽമാൻ ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ഈ രാജ്യത്തെ സകല ആളുകളും തിരിച്ചറിയേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാ. അതൊന്നും ആരെന്ത് പറഞ്ഞാലും അതിനൊന്നും എതിർക്കാൻ സാധിക്കൂല. അതും ഈ അരുണൊക്കെ തന്നെ തിരിച്ചറിയണോ? സകല മലയാളികളും തിരിച്ചറിയാം. വന്ദേ മാതരത്തെ എതിർക്കുന്ന അതേ ആളുകൾ മുസ്ലിം ലീഗിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞിട്ടാ മറ്റുള്ളവരെ എതിർക്കുന്നില്ല. അതേ വാദം ഒരിക്കലും വന്ദേ മാതരത്തിലേക്ക് അരുൺ വെക്കൂല. ഈ അരുണിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് നാട്ടിലെ നന്മയോ നീതിയോ ഒന്നും അല്ല. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ആ ചാനലൊന്ന് വളർന്നിട്ട് കേരളത്തിലെ ഒന്നാമതായിട്ട് നിൽക്കണം. അതിന് എന്തോ കുത്തിത്തിരിപ്പു, പൊളിറ്റിക്സ് ആയിക്കൊള്ളട്ടെ, വ്യൂവർഷിപ്പ് മാത്രം. ഇനി കുടുംബ പ്രശ്നമാണോ, അതെങ്ങനെ കൊടുത്താൽ, ആർക്കൊപ്പം നിന്നാൽ വ്യൂവർഷിപ്പ് കിട്ടും? നമുക്കറിയാലോ ഈ ഒരു മണ്ണ് കർണാടകയിലേക്ക് ഓടിയ വിഷയമൊക്കെ തന്നെ അങ്ങനെ എത്ര 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 വിഷയങ്ങൾ ഈ അരുണും കൂട്ടരും കൂളമാക്കിയിട്ടുണ്ട്. തമിഴ് ഭാഷയിലും മലയാളത്തിലും കൂടി ഒരു ഊക്കായിപ്പ് വന്നിട്ടുള്ളത്. ഈ കേരളത്തിൽ ഇത്രത്തോളം ഗതികെട്ട രീതിയിൽ ഊക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടറും ഉണ്ടാവില്ല. അകലരും തിരിച്ചറിയും. ഈ റിപ്പോർട്ടർ ഈ പറയുന്ന അരുണിനൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഏത് കുടുംബത്തെ തകർത്താലും പ്രശ്നമില്ല, എന്ത് നീതികേട് പറഞ്ഞാലും പ്രശ്നമില്ല, എന്ത് പച്ചക്കള്ളത്തരം എങ്ങനെ വളച്ചൊടിച്ച് എങ്ങനെ പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഈ അരുണും കൂട്ടരൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക. ഒരു കാര്യം എടുത്തു പറയാനുള്ളത് സകല റിപ്പോർട്ടർമാരോടുമാണ്, കേരളത്തിലെ സകല മാധ്യമ പ്രവർത്തകരോടുമാണ്. നിങ്ങളൊരു കുടുംബത്തിന്റെ പ്രശ്നമൊക്കെ എടുത്ത് വാർത്ത കൊടുക്കുമ്പോൾ ഒരു പക്ഷെ അവരുടെ ജീവന് പോലും ഈ ഒരൊറ്റ വാർത്തയുടെ പേരിൽ ഇല്ലാതെയാവാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രയായിട്ട് ഇവിടെ നടക്കുന്നത്. ഈ നടൻ ബാലതൻ എത്രത്തോളം സങ്കടത്തോടെ, എത്രത്തോളം വിഷമത്തോടെയാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. ഇനിയെങ്കിലും ഈ പറയുന്ന അരുണിനോടൊക്കെ നിങ്ങൾ കുടുംബ വിഷയത്തിലൊക്കെ ഇടപെടും 1000 തവണ ചിന്തിച്ചിട്ട്, അത്രത്തോളം ക്ലാരിറ്റിയോടുകൂടി, അത്രത്തോളം തെളിവുണ്ടെങ്കിൽ അതൊക്കെ വാർത്തയാക്കി ഇതുപോലെ വിൽക്കാവൂ എന്നുള്ളതാണ് അകല ബോധമുള്ള മലയാളികൾക്കും ഇത്തരം ചാനലുകാരോടൊക്കെ തന്നെ പറയാനുള്ളത്.